വാഹനാപകടത്തെ തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിച്ച ഒരുവാതിൽക്കോട്ട സ്വദേശി കൃഷ്ണലാലിന്റെ ഹൃദയവുമായി കിംസ് ആശുപത്രിയിൽ നിന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ആംബുലൻസ് പുറപ്പെട്ടു. എയർ ആംബുലൻസ് വഴിയാണ് ഹൃദയം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുന്നത്. കൃഷ്ണലാലിന്റെ അപകടത്തിനിടയാക്കിയ സംഭവത്തിൽ കാർ ഓടിച്ച ആൾക്കെതിരെ കേസെടുത്തു. കടകംപള്ളി സ്വദേശി പ്രശാന്തിനെതിരെയാണ് കേസ്. ഇയാൾ മദ്യപിച്ചാണ് വാഹനം ഓടിച്ചതെന്ന് കണ്ടെത്തിയിരുന്നു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. സനിസ ശോഭാചന്ദ്രൻ നൽകും വിവരങ്ങൾ. സനിസ, ഈ ഹൃദയം പുറത്തെടുക്കൽ ശസ്ത്രക്രിയ ഏതായാലും വിജയകരമായി പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആംബുലൻസുമായി എയർപോർട്ടിലേക്ക് ആംബുലൻസ് എത്തിയിട്ടുണ്ടെന്നും കൂടി മനസ്സിലാക്കുന്നു. ഏതായാലും ഈ വാഹനം ഓടിച്ച ആളെ കണ്ടെത്തിയിട്ടുണ്ടോ? ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ടല്ലോ. ഇയാളെ കണ്ടെത്താനായിട്ടുണ്ടോ? എന്താണ് ഈ അപകടവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ? നിലവിൽ പ്രതി പ്രശാന്ത്, കടകംപള്ളി സ്വദേശി പ്രശാന്ത് റിമാൻഡിൽ തുടരുകയാണ്. ആദ്യഘട്ടത്തിൽ പോലീസ് സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ ഒരു കേസെടുക്കാൻ ഒരു അപാകത ഉണ്ടായിരുന്നു, കേസെടുക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് ഈ കൃഷ്ണലാലിന്റെ സുഹൃത്തുക്കൾ അടക്കം സമ്മർദ്ദം ചെലുത്തിയതിനു ശേഷമാണ് ഇയാൾക്കെതിരെ കേസെടുത്തത്, FIR രജിസ്റ്റർ ചെയ്തത്. ഇപ്പോൾ പ്രതി റിമാൻഡിൽ തുടരുകയാണ്. അല്പസമയം മുൻപാണ് കൃഷ്ണലാലിന്റെ ഹൃദയം വഹിക്കുന്ന ആംബുലൻസ് കിംസ് ആശുപത്രിയിൽ നിന്നും വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ടത്. വിമാനത്താവളത്തിലെത്തി ഇപ്പോൾ എയർ ആംബുലൻസ് വഴി കോട്ടയത്തേക്ക് ഈ ഹൃദയം കൊണ്ടുപോകും. കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പിന്നീട് റോഡ് മാർഗമായിരിക്കും പോകുക. കൂടാതെ തന്നെ മറ്റ് ഒരു വൃക്ക ഇവിടെ കിംസ് ആശുപത്രിയിൽ തന്നെയാണ് വൃക്കയും കരളും ദാനം ചെയ്യുന്നത്. കൂടാതെ ഒരു വൃക്ക ഇത്തരത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കും കോർണിയ കണ്ണാശുപത്രിയിലേക്കുമാണ് മാറ്റുന്നത്. ഇപ്പോൾ നമ്മുടെ കൂടെ ന്യൂസ് മലയാളത്തിനൊപ്പം ഈ അപകടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പറയാൻ കൃഷ്ണലാലിന്റെ സുഹൃത്ത് അരുൺ ചേരുന്നുണ്ട്. കേസെടുക്കാൻ കുറച്ച് സമയമെടുത്തു അല്ലേ? സമയമെടുത്തു. അതായത് അന്ന് വൈകിട്ട് ഒരു 8-8:30 മണിക്കായി സംഭവം നടക്കുന്ന. അപ്പോൾ നമ്മളിവിടെ നേരെ കിംസിൽ കൊണ്ടുവരുന്നു. കിംസിൽ കൊണ്ടുവന്നിട്ട് പുള്ളിക്കാരനും ഉണ്ടായിരുന്നു, ഈ വണ്ടി ഇടിച്ച ആളും കൂടെ ഉണ്ടായിരുന്നു. കൂടെ കൊണ്ടുവന്നിട്ട് അവർ ആദ്യം വന്ന് പറഞ്ഞു, അവരെ വൈഫും എത്തിയത്, വൈഫും അവരെ മോനും എത്തിയിട്ട് പറഞ്ഞ് കിംസിൽ എത്ര രൂപയായാലും അവർ ചെയ്യാം, ചിലവാക്കാം എന്നെല്ലാം പറഞ്ഞിട്ട് പുള്ളി ഇവിടെ പോലീസ് വന്നു, പേട്ടയിലെ പോലീസ് സാറുമാരിവിടെ വന്നു. പുള്ളീനെ ജീപ്പിൽ അവൻ്റെ വണ്ടിക്കകത്തു നിന്ന് തന്നെ കുപ്പിയിലെ ഒരു ഹാഫിൻ്റെ പകുതി വെള്ളം, ഗ്ലാസ് എല്ലാം ഉണ്ട്. അപ്പം ഗ്ലാസ് ഇങ്ങനെ തറയിടാൻ വേണ്ടി ഇപ്പം നമ്മൾ സമ്മതിച്ചില്ല. മദ്യം കണ്ടു. മദ്യത്തിൻ്റെ പകുതി ഉണ്ടായിരുന്നു, പകുതി ബോട്ടിൽ. പുള്ളി ഡ്രിങ്ക് അടിച്ചുകൊണ്ട് തന്നെ വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ അങ്ങനെ അതല്ല രീതിയിൽ വെച്ചിരിക്കുന്നത്. അപ്പം പോലീസ് ഗ്ലാസ് ഇടാൻ വേണ്ടി നമ്മൾ സമ്മതിച്ചില്ല, പൊട്ടിക്കാൻ വേണ്ടി നോക്കി, സമ്മതിച്ചില്ല. അങ്ങനെ സ്റ്റേഷനിൽ കൊണ്ടുപോയി നമ്മൾ കാര്യങ്ങളെല്ലാം പോലീസോട് സംസാരിച്ച് പിറ്റേന്ന് വൈകിട്ട് ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ നമ്മളെ സുഹൃത്ത് ബാക്കി എല്ലാവരും സ്റ്റേഷനിലുണ്ട്, ബാക്കി കുറേ ആൾക്കാർ ഇവിടെ നിൽക്കുന്നു. അതുവരെ റിമാൻഡ് ഇട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ പിന്നെ അവിടെ പോയി നമ്മളെല്ലാ കൂട്ടുകാരും കൂടെ ചെന്നിട്ടാണ് സംസാരിക്കുന്നത്. അപ്പം പുള്ളിക്കാരൻ ലാസ്റ്റ് പറഞ്ഞ് സെറ്റിൽമെൻറ്റ് ചെയ്യാം, അതായത് ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ് അല്ലെന്നുള്ള പരാതി നമ്മൾ കൊടുക്കണം. പുള്ളി വെള്ളം അടിച്ചിട്ടില്ല എന്നുള്ളൊരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി ഇവിടുത്തെ കിംസിലെ ഫുൾ ഇടപാടംകാരും അവരെ വൈഫ് ഒന്ന് സംസാരിച്ച് എല്ലാം ചെയ്യാമെന്ന് പറഞ്ഞു. നമ്മളത് സമ്മതിച്ചില്ല, അങ്ങനെ വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അങ്ങനെ 8-8:30 മണിയായപ്പോഴാണ് പുള്ളിനെ റിമാൻഡിലോട്ട് ആക്കുന്നത്. അതുവരെ ഒരു 5-5:30 മണി വരെ പുള്ളീനെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒഴിവായിക്കൊണ്ടിരുന്നു. അപ്പം പിന്നെ അത് കഴിഞ്ഞ ശേഷം ഇവിടെ വന്നു. പിന്നെ അവരെ കുടുംബത്തിൽ നിന്ന് ആരും ഇവിടെ വന്നിട്ടില്ല, ഈ ഇടിച്ചവൻ്റെ കുടുംബത്തിൽ നിന്ന് ആരും ഇവിടെ വന്നിട്ടില്ല. പിന്നെ നമ്മൾ കൂട്ടുകാരെല്ലാം ചേർന്ന് തന്നെ ഓരോ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതും. ഇനിയിപ്പം നിങ്ങളുടെ സുഹൃത്തിന് നീതി ലഭിക്കണം അല്ലേ? തീർച്ചയായിട്ടും. കാരണം അവന് വേറെ ഒന്നിനും പറ്റില്ല. കാരണം എനിക്ക് 33 വയസ്സായി, അവന് 33 വയസ്സായി. നമ്മൾ കുഞ്ഞിലെന്നെ കാണുന്നൊരുത്തനാണ്. എന്ത് കാര്യത്തിനും എന്ത് കാര്യത്തിനും വിളിച്ചാലും അവൻ വരും. നല്ലൊരു പയ്യനാണ്. കാര്യം എന്ന് വെച്ചാൽ എന്താവശ്യത്തിനും ഓടി വരുന്ന ഒരാളാണ്. അവൻ്റെ അമ്മ മരിച്ച് 2.5 വർഷമായി. അച്ഛന് കാപ്പി വാങ്ങാൻ വേണ്ടി പോയത്, സൈക്കിൾ എടുത്തുകൊണ്ട് ഇങ്ങനെ കാപ്പി, അവന് ചില ദിവസങ്ങൾ വൈകിട്ട് ഇങ്ങനെ സൈക്കിൾ ഇട്ടാൻ വേണ്ടി ഇറങ്ങും, ചില ദിവസങ്ങൾ മാത്രം അപൂർവമായിട്ട്. അപ്പോൾ അത് പോയതും ആ വീഡിയോയിൽ കാണാം, റോങ് കയറി വന്നിട്ടാണ് ഇടിക്കുന്നത്. ഇടിച്ചിട്ടും അയാൾ പറയുന്നത് അവൻ ഇങ്ങനെയാണ് അങ്ങനെയാണ് വന്നതാണെന്ന്. അത് തൊട്ടടുത്തുള്ള വേറൊരു ഫാമിലി ഉണ്ട്, അവരെ മോളും എല്ലാം വന്നിട്ടാണ് നമ്മൾ വണ്ടി കയറ്റിയിട്ട് നമ്മൾ അറിയിക്കുന്നത്. അപ്പം നീതി കിട്ടണം, തീർച്ചയായിട്ടും കിട്ടണം. കാരണം ഒരു കേസുള്ള ഒരാൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഇപ്പം പുള്ളിക്കാരെ മാക്സിമം അത് യൂസ് ചെയ്യുന്നുണ്ട് ഈ കാര്യത്തിനുണ്ട്. റിമാൻഡ് ആവാത്ത രീതിയിൽ പോലും അവരെ വീട്ടുകാർ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെല്ലാം പ്രശ്നം ഉണ്ടാക്കിയിട്ട് പുള്ളി റിമാൻഡ് ആയത്. അതെ അരുണി, അത്തരത്തിൽ CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ് സൈക്കിളിൽ അച്ഛന് വേണ്ടി ഈ കൃഷ്ണലാലിന്റെ കുടുംബത്തിൽ അച്ഛൻ മാത്രമേ ഉള്ളൂ, അമ്മ മരിച്ചതാണ്, സഹോദരികൾ കല്യാണം കഴിച്ചതാണ്. ഈ അച്ഛന് വേണ്ടി കാപ്പിയും മറ്റ് പലഹാരവും വാങ്ങിക്കാൻ പോകുമ്പോൾ സൈക്കിളിൽ പോകുന്ന വഴിയാണ് ഇത്തരത്തിൽ കാർ റോങ് സൈഡ് വന്ന് കൃഷ്ണലാലിനെ ഇടിക്കുന്നത്. അത് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. പോലീസ് ഈ കേസ് പേട്ട പോലീസിലാണ് ഇവർ
പരാതി നൽകിയത്. കേസെടുക്കാൻ അല്പസമയമെടുത്തു. സുഹൃത്തുക്കൾ സമ്മർദ്ദം ചെലുത്തിയതിന് ശേഷമാണ് കേസ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തത്. എന്തായാലും കൃഷ്ണലാലിന്റെ ഈ ഏപ്രിൽ 1-നാണ് ഈ അപകടം സംഭവിക്കുന്നത്. 4-ന് ഇന്നലെ ആയിരുന്നു കൃഷ്ണലാലിന് മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നത്. ഇപ്പോൾ കൃഷ്ണലാലിന്റെ അവയവങ്ങൾ ഈ ഒരു സങ്കട അവസ്ഥയിൽ പോലും ഇത്രയും ഒരു അപകടമുണ്ടാകുന്നു, അപകടത്തിൽ അലക്ഷ്യമായ ഒരു അപകടമുണ്ടാകുന്നു, അതിൽ ജീവൻ പൊലിയുന്നു. ആ ഒരു സാഹചര്യത്തിൽ പോലും ഈ അവയവങ്ങൾ ദാനം ചെയ്ത് മറ്റുള്ളവർക്ക് പുതുജീവനേകാൻ ഈ സുഹൃത്തുക്കളും കുടുംബവും തയ്യാറായിരിക്കുകയാണ്. ഹൃദയം സ്വീകരിക്കാനായി കോട്ടയം മെഡിക്കൽ കോളേജിൽ സ്വീകർത്താവ് തയ്യാറായി നിൽക്കുന്നുണ്ട്. മറ്റ് അവയവങ്ങളും ശസ്ത്രക്രിയ പൂർത്തിയായതിനു ശേഷം വിവിധ ആശുപത്രികളിലേക്ക് കൊണ്ടുപോകും. അരുണ്യ. ശരി സനിസ, എന്തായാലും പ്രതി ഇപ്പോൾ റിമാൻഡിലാണ്. ഈ കേസിലെ കൃഷ്ണലാലിന്റെ അവയവങ്ങൾ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സനിസ ശോഭാചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.